ഹലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ നമ്മളെ കസിൻസും നമ്മളെ ഹസ്ബൻഡിൻ്റെ അനിയനും ഓൻ്റെ പെണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വരവിൻ്റെ ഉദ്ദേശം വേറൊന്നുമില്ല, വെറുതെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളെ കസിൻ്റെ പെണ്ണിൻ്റെ ബർത്ത്ഡേ ആയ കാരണം ഓൻ്റെ വക ബൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി വിഷ് ചെയ്ത്. ഓൾറെഡി കേക്ക് മുറിക്കും വിഷയം കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പാടെ ഒന്നും കൂടി വിഷാക്കി കൊടുത്ത്. കുഞ്ഞിപ്പം പിന്നെ കോക്കിൻ്റെ കൂടെ കയറുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വക എല്ലാവർക്കും ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അത് കഴിച്ചിട്ട് എടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇവിടെ എന്നാ കഴിച്ചു നോക്ക്. എങ്ങനെയാണ് അടിപൊളിയാ? ആണോ? അയ്യേ, നാളെ വിറ്റാ മതിയായിരുന്നു. ആ 3 ദിവസം പഴക്കുണ്ട്. ഞാനത് പന്നി കൊടുക്കാൻ കൊണ്ടുവന്നാ. പിന്നെ നിങ്ങൾക്ക് എന്നാ ഒരു പുണ്യാവല്ലോ. 3 ദിവസം പഴക്കമുള്ള ഫുഡാണ് ഞങ്ങൾക്ക് തന്നെ. എത്ര കൊല്ലായിരുത്താണല്ലോ തന്നെ തലയിൽ. അത് കഴിഞ്ഞ് നമ്മളെ കുഞ്ഞപ്പൻ്റെ വക ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. നമ്മൾ താഴത്ത് എത്തിയപ്പോഴാണ് നമ്മളെ സ്പോർട്സ് ഏരിയയിൽ ബില്ലിയാർഡ്സ് കണ്ടത്. അപ്പോൾ ഇപ്പം ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കളിക്കുന്നുണ്ട്. എന്നാ ഇപ്പൊ ശരിയായിത്തരാ മെതിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ തെച്ചോൻ്റെ വക എന്തൊരു കാക്കിൻ്റെ ഒന്നും ഞാനാവും. ജീവി സ്വപ്പം മ്യൂസിക് കേൾക്കാം. അങ്ങനെ എല്ലാവരും പ്രസ്ഥാനം കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറിയിട്ട് ഞാൻ നേരെ വിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനും വൈറ്റ് റേഞ്ചിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. അതൊരു മലയാള റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ എല്ലാവരും യുദ്ധത്തിന് തയ്യാറായതുകൊണ്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വന്ന് നമ്മൾ വെള്ളപ്പം പൊറോട്ട ചിക്കൻ അത് ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളെ കെയറിംഗ് ആയിട്ടായി കണ്ടത്. കുണുകുണുവാവേ കഴിച്ചായിരുന്നു, പാലും പഴവും കഴിച്ചായിരുന്നു. ഇങ്ങനത്തെ കാണണം. നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം. അങ്ങനെ അവർ പോയി ഞങ്ങൾ റൂമിലേക്കും പോന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ